ഹലോ ഫ്രണ്ട്സ്, കുറേ കറ്റാർവാഴ നട്ടതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ നട്ട് കുറേ ആയതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ ചെറിയ തൈകളൊക്കെ ഇങ്ങനെ വന്നുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ശരിക്കുണ്ട്. നമ്മളെന്തായാലും ഒന്ന് മാറ്റി നട്ട്, ചട്ടിയിലോട്ടൊന്ന് മാറ്റി നട്ട്. ഗ്രോത്ത് ബാഗിനകത്തുനിന്ന് ബാഗൊക്കെ കട്ട് ചെയ്ത് അതിനകത്തുനിന്ന് ചട്ടിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ കിളിക്കുന്നുണ്ട്. നല്ല നമ്മൾ വളം കൊടുത്തില്ലെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ട് വളമൊക്കെ. ഞാൻ കൊടുക്കുന്ന ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ ചകിരിച്ചോറിൻ്റെ ചോറുമാണ് കൊടുക്കുന്നത്, വേറൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ കിളിച്ച് വന്നിട്ടുണ്ട്. അതിന് 2-3 കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. അവരെ മാറ്റി നടണം. എന്നിട്ട് കുറച്ച് മുളവിൻ്റെ തൈ നട്ടിരുന്നതായിരുന്നു. അത് ഈ ടെറസ് മുളക് ഒരു പഴുത്ത മുളക് നിൽക്കുന്നുണ്ട്. ഒരു മുളക് ഒത്തിരി ഉണ്ടായിരുന്നു. മുളകെല്ലാം നമ്മൾ ഒത്തിരി ഉപയോഗിച്ച്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മളത് ചട്ടിയിലോട്ട് മാറ്റി. ബാഗിലായിരുന്നു, നമ്മുടെ ചട്ടിയിലോട്ട് ഇങ്ങനെ മാറ്റി. വീണ്ടും അതിനെ ഒന്ന് പരിപാലിക്കാൻ തീരുമാനിച്ച്. കാരണം പട്ടു പോകാനായിട്ട് നിന്നിരുന്നതാണ്. നമ്മുടെ കറ്റാർവാഴയുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നട്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇവർ കയറി എങ്ങനെ വളരും. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നിങ്ങൾക്ക് നടാം. നമ്മുടെ ആവശ്യത്തിനൊക്കെയുള്ള മുളകുകൾ, നമ്മുടെ ആവശ്യത്തിനുള്ള കറ്റാർവാഴ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട്. ഇവിടെ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞാൻ ഈ സാധനം വാങ്ങിച്ച് അങ്ങനെ കെട്ടി ഒരു മറ പോലെ ആക്കിയിട്ടിരിക്കുക. ടെറസിന് വേണ്ടേ നല്ല ചൂടാണ്. അപ്പം ഗേസ്, താങ്ക് യു. ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങളും ചെറിയ കൃഷികളൊക്കെ ചെയ്ത് ടെറസിൻ്റെ മണ്ട അല്ലെങ്കിൽ ടെറസിൻ്റെ മണ്ട നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാരി വലിച്ചിട്ട് നടരുത്. നമുക്ക് ആവശ്യമുള്ള, നമ്മൾ ഒരുപാട് കൃഷി എടുക്കാൻ വേണ്ടിയല്ലല്ലോ, നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ